നിർധന കുടുംബത്തിന് ഒരു സ്നേഹ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. രാജപുരം സെന്റ് പയസ് 10th കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഏച്ചിക്കാനം അത്തിക്കൊത്തി ലീലയ്ക്കാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. രാജപുരം സെന്റ് പയസ് 10th കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏച്ചിക്കാനം അത്തിക്കൊത്ത് സ്വദേശി ലീലയ്ക്കായി നിർമ്മിച്ച വീടിന്റെ സമർപ്പണം നടന്നു. കോളേജ് ബർസാർ ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത് ലീലയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി. നമുക്കൊരു വീട് എപ്പോഴും നമ്മുടെ ഒരു സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിലേറെ സന്തോഷം. ഇപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതിനായിട്ടൊരു അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷം. ഇന്ന് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരണമെങ്കിൽ അത് നിങ്ങൾക്കൊരു സന്തോഷം ലഭിച്ചതുകൊണ്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മളുടെ അധ്വാനം മൂലം ഒരു കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയാണ് നമ്മളിന്ന് കാണുന്നത്. അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുക. സാറ് പറഞ്ഞു, വിശേഷങ്ങൾ കുടുംബത്തിൽ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് പൂർത്തീകരിച്ച് കൈമാറണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന്ന് പൂർത്തീകരിച്ചു. ഒരു നല്ലൊരു ഭവനം. നമുക്കറിയാം, അതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ച് ടീച്ചറൊക്കെ ആദ്യമേ തന്നെ സംസാരിച്ചു. അത് അത്രമാത്രം അധ്വാനിച്ച് ഈ ഒരു സ്ഥലം കണ്ടെത്തി. ഞങ്ങൾക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഈ ഒരു ഏരിയനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ക്യാമ്പുകൾ നടത്തി ഇത് മനോഹരമാക്കി നമ്മളുടെ അധ്വാനം, നമ്മളുടെ എഫേർട്ടും നമുക്ക് ഒരു ആത്മീയ സന്തോഷം നമുക്ക് ലഭ്യമാക്കുക നമ്മളുടെ ഒരു എഫേർട്ടും കൂടെ അതിൻ്റെ അകത്ത് വരുമ്പോഴാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ലീലയ്ക്ക് സുരക്ഷിതമായ ഒരു തണലൊരുക്കാൻ NSS യൂണിറ്റിന് സാധിച്ചത്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. വീട് എന്ന ലീലയുടെ ജീവിതകാലത്തെ സ്വപ്നം NSS വഴി നടത്തിക്കൊടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. മുൻ NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പാർവതി ഇ, അജോ ജോസ്, മുൻ വോളണ്ടിയർ സെക്രട്ടറി വിഷ്ണു വത്സലൻ, തദ്ദേശവാസിയും മുൻ നഗരസഭാ കൗൺസിലറുമായിരുന്ന അജയ്കുമാർ നെല്ലിക്കാട്ട് എന്നിവർ സംസാരിച്ചു. പഠനത്തിനോടൊപ്പം തന്നെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ചേർത്തുപിടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.